ഇന്ത്യൻ ടീമിനെ 3 ഫോർമാറ്റുകളിലും നയിച്ച 6 നായകന്മാരാണുള്ളത്. അവരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 1. വീരേന്ദർ സെവാഗ്. ഇന്ത്യൻ ടീമിനെ 3 ഫോർമാറ്റുകളിലും നയിക്കാനുള്ള അവസരം ആദ്യമായി ലഭിച്ചത് വീരേന്ദർ സെവാഗിനാണ്. 2006-ൽ ഇന്ത്യ ആദ്യമായി കളിച്ച T20 മത്സരത്തിൽ സെവാഗ് ആയിരുന്നു നായകൻ. ഇതിനു മുൻപ് 2003-ൽ ടെസ്റ്റ് നായകനായും 2005-ൽ ഏകദിന നായകനായും സെവാഗ് ഇന്ത്യക്കായി കളിച്ചിട്ടുണ്ട്. 2. MS ധോനി. 3 ഫോർമാറ്റുകളിലെയും ഇന്ത്യയുടെ ആദ്യ ഫുൾ ടൈം നായകനായിരുന്നു മഹേന്ദ്ര സിംഗ് ധോനി. ഇതിനിടെ 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി എന്നീ കിരീടങ്ങൾ ഇന്ത്യൻ ടീമിലെത്തിക്കാനും മഹേന്ദ്ര സിംഗ് ധോനിക്ക് സാധിച്ചിട്ടുണ്ട്. 2009-ൽ ഇന്ത്യയെ ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിച്ചതും മഹേന്ദ്ര സിംഗ് ധോനി തന്നെയായിരുന്നു. 3. വിരാട് കോഹ്ലി. ഇന്ത്യയെ 3 ഫോർമാറ്റുകളിലും നയിച്ച മറ്റൊരു ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ്. തൻ്റെ കരിയറിൻ്റെ ആദ്യ ഭാഗത്ത് മഹേന്ദ്ര സിംഗ് ധോനിയുടെ കീഴിലായിരുന്നു കോഹ്ലി കളിച്ചിരുന്നത്. പിന്നീട് ധോനിക്ക് ശേഷം ക്യാപ്റ്റൻസിയിലേക്ക് കോഹ്ലി കാലെടുത്തു വെച്ചു. ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ വിജയം സ്വന്തമാക്കുന്ന ആദ്യ ഏഷ്യൻ ടീം എന്ന റെക്കോർഡിൽ ഇന്ത്യയെ എത്തിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിരുന്നു. എന്നിരുന്നാലും ഇന്ത്യക്കായി ICC ട്രോഫികൾ സ്വന്തമാക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞില്ല. 4. രോഹിത് ശർമ്മ. 2021-22 സീസണിലാണ് ഇന്ത്യയുടെ എല്ലാ ഫോർമാറ്റുകളിലെയും നായകനായി രോഹിത് ശർമ്മ മാറിയത്. കോഹ്ലിക്ക് പകരക്കാരനായാണ് ക്യാപ്റ്റൻസിയിലേക്ക് രോഹിത് എത്തിയത്. ശേഷം ഇന്ത്യക്കായി മികച്ച റെക്കോർഡുകൾ സ്വന്തമാക്കാനും രോഹിത്തിന് സാധിച്ചു. 2024 T20 ലോകകപ്പിലും 2025 ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ വിജയത്തിലെത്തിച്ച നായകനാണ് രോഹിത് ശർമ്മ. 2027 ഏകദിന ലോകകപ്പിൽ രോഹിത് ഇന്ത്യയെ നയിക്കുമെന്നാണ് കരുതുന്നത്. 5. അജിങ്ക്യ രഹാനെ. 5 വർഷത്തിലധികം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഉപനായകനായിരുന്നു അജിങ്ക്യ രഹാനെ. ഏകദിന ക്രിക്കറ്റിലും ഉപനായകനായി ഒരുപാട് നാൾ രഹാനെ കളിച്ചിട്ടുണ്ട്. ഇതിനിടെ 6 ടെസ്റ്റ് മത്സരങ്ങളിലും 3 ഏകദിന മത്സരങ്ങളിലും 2 T20 മത്സരങ്ങളിലും ഇന്ത്യയെ നയിക്കാൻ രഹാനെയ്ക്ക് സാധിച്ചു. 2020-21 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇന്ത്യയുടെ ചരിത്ര വിജയത്തിൽ രഹാനെയായിരുന്നു ഇന്ത്യൻ നായകൻ. രഹാനെയുടെ കീഴിൽ കളിച്ച 3 ഏകദിന മത്സരങ്ങളിലും ഇന്ത്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 6. KL രാഹുൽ. ഒരു സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ എല്ലാ ഫോർമാറ്റിലെയും ഉപനായകനായിരുന്നു KL രാഹുൽ. പിന്നീട് പലപ്പോഴായി രോഹിത് ശർമ്മയിൽ നിന്ന് നായകസ്ഥാനം രാഹുൽ ഏറ്റുവാങ്ങിയിരുന്നു. ചില സമയങ്ങളിൽ തൻ്റെ മോശം ഫോം മൂലം രാഹുലിന് നായകസ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. നിലവിൽ ഏകദിന T20 ടീമുകളിൽ കളിക്കാൻ രാഹുലിന് സാധിക്കുന്നുണ്ട്. എന്നാൽ 2022 T20 ലോകകപ്പിന് ശേഷം ഇന്ത്യക്കായി T20 ടീമിൽ രാഹുൽ കളിച്ചിട്ടില്ല.